വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിൽ വരുത്തിക്കുന്ന മെയിൻ ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫിക്സ് ആണ്. പക്ഷേ ഈ ഗ്രാഫിക്സിന് മുന്നേ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഒരു വണ്ടിയിൽ വരുന്ന കിറ്റ് എന്ന് പറയുന്നത് 2 സെക്ഷനായിട്ടാണ് കിറ്റ് വരുന്നത്. ആ ഒരു 2 സെക്ഷൻ കിറ്റ് നമ്മൾ ഒറ്റ കിറ്റാക്കി നമ്മൾ കൺവേർട്ട് ചെയ്തേക്കാണ്. അതിന്റെ മണ്ടയിലാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിക്സ് ആഡ് ചെയ്യുന്നത്. ഒരു മാർവൽ തീമിൽ വരുന്ന ഒരു ഗ്രാഫിക്സ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. സൂപ്പർമാനും അതേപോലെ മാർവൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു ഗ്രാഫിക്സ് ആണ് നമ്മൾ ഈ വണ്ടിയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ RSന്റെ അണ്ടർബെല്ലി, ഒരു കസ്റ്റം അണ്ടർബെല്ലി നമ്മൾ വണ്ടിയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അതിനകത്ത് നമ്മൾ ഈ ഒരു മാർവൽ തീമിൽ വരുന്ന ഒരു ഗ്രാഫിക്സ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ പുറകിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ സസ്പെൻഷനിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്കായിട്ട് വരുന്ന RS സസ്പെൻഷൻ നമ്മൾ മാറ്റിയിട്ട് KTMന്റെ സസ്പെൻഷൻ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ആ ഒരു KTM സസ്പെൻഷൻ കയറ്റിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു 1/2 ഇഞ്ചോളം നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് ലെയ്ത്ത് വർക്കൊക്കെ ചെയ്താണ് നമ്മൾ ആ ഒരു ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സസ്പെൻഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വരുത്തിയിരിക്കുന്ന മാറ്റമാണ് ഇതാ ഈ അക്രപോക്കിന്റെ ഒരു എക്സോസ്റ്റ്. അക്രപോക്കിന്റെ റെപ്ലിക്ക എക്സോസ്റ്റ് ആണ് നമ്മുടെ വണ്ടി ആഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സൗണ്ട് ഒക്കെ നൈസ് ആണ് കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ കേൾപ്പിച്ചു തരാം. അവിടെ നിന്ന് പിന്നെ പുറകിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ബേക്ക് റിയർ അലോയ്സ് ആയാലും നമ്മൾ മാറ്റിയിട്ടുണ്ട്. KTMന്റെ അലോയ്സിലാണ് നമ്മൾ ചേഞ്ച് ചെയ്ത്